ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു വളരെ വലിയൊരു വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. അതായത് പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. മേഫെയർ ബാർ ജീവനക്കാരനായ എരുമപ്പെട്ടി സ്വദേശി ഹേമചന്ദ്രനെയാണ് കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, ഇപ്പോൾ പുതുക്കാട് നിന്നൊരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ബാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്? എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്? മനു, ഇന്നലെ രാത്രി 11:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം. ബാറിന് മുന്നിലെ ചായക്കടയിലേക്ക് ഹേമചന്ദ്രൻ ചായ കുടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഒളിച്ചു നിന്ന അക്രമി ഈ കഴുത്തിൽ കുത്തിയാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത്. ഹേമചന്ദ്രനെ ഉടനെ തന്നെ സമീപത്തുള്ള അല്ലെങ്കിൽ നഗരത്തിലെ പ്രധാന ആശുപത്രികൾ, ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഹേമചന്ദ്രൻ ചായ കുടിക്കുന്നതിനെ പുറത്തു വരികയായിരുന്നു. കുത്തിയാളെ കുറിച്ച് പുതുക്കാട് പോലീസിന് ചില സംശയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഇന്നലെ രാത്രി 11:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള ഒരു സംഭവം. ഈ ബാറിലെ അങ്ങനെ ഒളിച്ചു നിന്ന് ഈ മനുഷ്യൻ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ കഴുത്തിൽ കുത്തണമെങ്കിൽ ഒരുപക്ഷെ മുൻവൈരാഗ്യമോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പോലീസിനുണ്ടോ? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഇത്തരത്തിൽ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം വന്നൊരാളാണോ എന്നത് സംബന്ധിച്ച് ചില സംശയങ്ങൾ പോലീസിനുണ്ട്. കാരണം ഇതിന്റെ കൊലപാതകത്തിന്റെ രീതി കാണുമ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ ഒളിഞ്ഞു നിന്ന് ഹേമചന്ദ്രൻ ഈ സമയത്ത് പുറത്തേക്ക് വരുമെന്ന് അറിയുന്ന ഒരാൾ ചെയ്തതാണ് എന്ന രീതിയിലുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. എന്തായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. പോലും ഇവിടെ ഈ നഗരപ്രദേശമാണ്, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും CCTV ദൃശ്യങ്ങളും കാര്യങ്ങളുമൊക്കെ പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആ രീതിയിൽ പോലീസിന്റെ അന്വേഷണം, തെരച്ചിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ശരത്ത്? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും CCTV ദൃശ്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അക്രമിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരീകരണത്തിന് പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും CCTV ദൃശ്യങ്ങൾ പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അക്രമിയുടെ ദൃശ്യങ്ങൾ അതിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇത്തരത്തിൽ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പുതുക്കാട് പോലീസാണോ ഇപ്പോൾ അന്വേഷിക്കുന്നത്? പുതുക്കാട് പോലീസാണോ? പുതുക്കാട് പോലീസാണ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ശരത്ത്, ഏതായാലും ദാരുണമായൊരു സംഭവമാണ്. തൃശ്ശൂരിൽ പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. മേഫെയർ എന്ന് പറയുന്ന ബാറിലെ ജീവനക്കാരനായ എരുമപ്പെട്ടി സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി ഒരു 11:30 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ബാറിന് മുന്നിലെ ചായക്കടയിൽ ഹേമചന്ദ്രൻ ചായ കുടിക്കുന്നതിനിടയിൽ ഒളിച്ചു നിന്ന അക്രമി കഴുത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ദാരുണമായൊരു സംഭവമായി പോയി. ഏതായാലും പോലീസ് ഈ അക്രമിയെ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം ബാറിന്റെ CCTVകൾ ഉണ്ടാകാം. നഗരപ്രദേശമാണ് പുതുക്കാട് എന്ന് പറയുമ്പോൾ. തൃശ്ശൂരിനോട് അടുത്ത് നിൽക്കുന്ന എപ്പോഴും വലിയ തിരക്കുള്ള ഇടം കൂടിയാണ്. അവിടെയൊക്കെ CCTVകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ പരിശോധിച്ച് പോലീസ് ഒരു ഏകദേശ ചിത്രത്തിലേക്ക്, പ്രതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിലൊരു വ്യക്തത വരുത്താൻ പോലീസ് സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല. ഏതായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ ആരാണ് കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ കൊലപാതകി ആരാണ്, പ്രതി ആരാണ് എന്നതിലേക്ക് ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന രണ്ടാമത്തെ കൊലപാതക വാർത്തയാണ്. രാവിലെ നമ്മൾ ആലുവയിൽ ഒരു കൊലപാതക വാർത്ത കാണുന്നു. അതിനുശേഷം ആലുവയിൽ നിന്ന് അധികം ദൂരമല്ലാതെ പുതുക്കാട് മറ്റൊരു കൊലപാതക വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. അങ്ങനെ നെഗറ്റീവ് വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു.